നടൻ അല്ലു അർജുൻ അറസ്റ്റിലെന്ന വാർത്ത ഉച്ചയോടെയാണ് പുറത്തുവന്നത്. അറസ്റ്റിലാകുമെങ്കിലും അദ്ദേഹം ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന് വിചാരിച്ചുവെങ്കിലും ഇതാ അദ്ദേഹം റിമാൻഡിലേക്ക് പോവുകയാണ്. അതായത് നടൻ അല്ലു അർജുൻ ഇതാ ജയിലിലേക്ക് പോകുന്ന അവസ്ഥയാണ് പ്രേക്ഷകരെല്ലാവരും കാണുന്നത്. എല്ലാവർക്കും ഒരു ആശ്ചര്യമായിരുന്നു. എങ്ങനെയാണ് ഒരാളെങ്ങനെ ശിക്ഷിക്കാൻ സാധിക്കുക? ഒരു കാരണവുമില്ലാതെയാണ് അല്ലു അർജുനെതിരെയുള്ള ശിക്ഷ ഇപ്പോൾ നടക്കുന്നത് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അല്ലു അർജുൻ്റെ വീട്ടിൽ ചെന്നാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ ഇനിയിപ്പോൾ ജയിലിലേക്ക് കൊണ്ടിടുന്ന സമയത്തുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും എല്ലാവരും അന്വേഷിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്നാണ്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ച പോലീസുകാരോടും വളരെ മാസായ രീതിയിൽ സിനിമാ സ്റ്റൈലിലാണ് അല്ലു അർജുൻ പ്രതികരണം നടത്തിയതെന്ന് പറയുന്നു. പോലീസുകാർ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പുഷ്പ ഫ്ലവർ അല്ലട ഫയർ ആണ് എന്ന് പറയുന്ന ടീഷർട്ട് ഇട്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അതോടൊപ്പം തന്നെ ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് താഴത്തെ പാർക്കിങ്ങിൽ തന്നെ നിൽക്കുന്നതും കാണാം. സിനിമാ ചിത്രീകരണം പോലെയും ഒരു സിനിമാ സീൻ പോലെയും ആക്കി അല്ലു അർജുൻ ആ വിഷയത്തെ വളരെ ലളിതമായി കണ്ടു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് കുറ്റമൊന്നും ചെയ്തിട്ടില്ലായിരിക്കും. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യത്തിൽ നിരപരാധിയായിരിക്കും. എന്നാൽ പോലീസ് നടപടിക്കോ അല്ലെങ്കിൽ നിയമ നടപടിയോ വരുമ്പോൾ ഇത്തരത്തിൽ മാസ് കാണിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ള കടുത്ത വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. അതുമാത്രമല്ല, പോകാൻ നേരം ക്യാമറ കണ്ണുകൾ നോക്കി ഭാര്യയ്ക്ക് ഉമ്മയും നൽകിയാണ് പോയത്. വീഡിയോയിൽ അല്ലുവിന്റെ ഭാര്യ സ്നേഹ റെഡ്ഡി, അച്ഛൻ അല്ലു അരവിന്ദിനെയും സഹോദരൻ അല്ലു ശിരീഷിനെയും കാണാം. പോലീസ് വാഹനത്തിൽ കയറും മുൻപ് അല്ലു അർജുൻ ഭാര്യയെ ആശ്വസിപ്പിക്കുകയും കാപ്പി കുടിക്കുകയും ചെയ്യുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു. ഭാര്യയെ ആശ്വസിപ്പിച്ച ശേഷം ഉമ്മ നൽകിയാണ് അല്ലു അർജുൻ പോലീസ് വാഹനത്തിലേക്ക് കയറിയത്. അതെല്ലാവർക്കും ഒരു ഞെട്ടലായി മാറി. എല്ലാവരും അത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. ഭാര്യയെ ആശ്വസിപ്പിച്ച ശേഷം ഉമ്മ നൽകി അല്ലു അർജുൻ പോലീസ് ജീപ്പിലേക്ക് കയറിയത് ഇപ്പോൾ വാർത്തയിൽ നിറയുന്നു. അറസ്റ്റിനെ അല്ലു അർജുൻ എതിർത്തില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ തന്റെ ബെഡ്റൂമിലേക്ക് കയറി വന്നത് മര്യാദക്കേടാണെന്നാണ് അല്ലു അർജുൻ പോലീസിനോട് പറഞ്ഞത്. തനിക്ക് വസ്ത്രം മാറാനോ പ്രഭാത ഭക്ഷണം കഴിക്കാനോ പോലീസ് സമയം നൽകില്ല എന്നും അല്ലു ആരോപിക്കുന്നു. അല്ലു അർജുന്റെ അറസ്റ്റിനെ തുടർന്ന് താരത്തെ കാണാതായെന്ന ആരാധകരൊക്കെ തന്നെയും സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം മെഗാസ്റ്റാർ ചിരഞ്ജീവിയോട് അല്ലു അർജുനെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുതരുതെന്ന് ചിക്പള്ളി പോലീസ് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നിർമ്മാതാവ് ദിൽ രാജു അടക്കമുള്ള പ്രമുഖ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതേസമയം അല്ലു അർജുന്റെ അറസ്റ്റിനെതിരെ പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തെ മനഃപൂർവ്വം ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഈ അറസ്റ്റ് നീങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ ഒരിക്കലും അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നും അത് നിങ്ങൾ ചെയ്ത തെറ്റാണെന്നും പറയുന്നവർ കൂടുതലുമാണ്. എല്ലാവർക്കും വളരെയധികം മനസ്സിലാക്കുകയും എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനുമായ ഒരു നടൻ തന്നെയാണ് അല്ലു അർജുൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകരും അത്രയ്ക്ക് ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയ നിൽക്കുന്ന അല്ലു അർജുൻ ഈ ഒരു അവസ്ഥ തന്നെ വന്നതിൽ വളരെയധികം ദുഃഖമുണ്ടെന്ന് പറയുന്നു. അതും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനിരിക്കുന്ന വേളയിൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ അത് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വല്ലാതെ ബാധിക്കുന്നു. ഭാര്യയും മക്കളെയും ഒക്കെ തന്നെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് പോലീസ് പെരുമാറിയതെന്ന് പറയുന്നു. ബെഡ്റൂമിലേക്ക് വരെ ഇടിച്ചു കയറുന്നു. സ്വന്തം വീട്ടിലേക്ക് ഇടിച്ചു കയറുന്ന രീതി സംബന്ധിച്ചു. വാതിൽ വന്ന് മുട്ടാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ വലിയ കുറ്റമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. പിടികിട്ടാ പുള്ളിയാക്കി മാറ്റുന്ന പോലെ തോന്നിയെന്ന് അല്ലു അർജുൻ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.